അവരേക്ക് ഒന്ന് വിളിക്ക്. എനിക്ക് സംസാരിക്കാനുണ്ട്. ആ ഈ വീട്ടിലെ സീനിയേഴ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ദീപുനെ കൊണ്ടേ നിങ്ങളൊക്കെ വിളിപ്പിക്കാൻ തുടങ്ങായിരുന്നു. കമോൺ, എനിക്ക് നിങ്ങൾ എല്ലാരോടുമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടി നിനക്ക് ഇത്ര സംസാരിക്കാനുള്ള? വെറുതെ BP കൂട്ടല്ലേ, സ്ട്രോക്ക് വരും, പിന്നെ കണ്ണു തള്ളി കട്ടിലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ വീണ മരുമോളായ ഞാൻ ഉൾപ്പെടെ ഒരു ഡോഗ് പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് എല്ലാരും വാ. ദീപ എന്റെ അടുത്തൊന്നും ഇരിക്കും. ആ ഇനി എല്ലാരും വന്നിരിക്കും. പറയാനുള്ളതൊരു സീരിയസ് മാറ്ററാണ്. അതനുസരിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. എന്താടി നിനക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ വോൺ ചെയ്തതാണ്. ഞാൻ ഇടിയല്ല, നന്ദന പിള്ള. വർമ്മ സാറ് ഋതികയുടെ അച്ഛനാണെന്ന പിതൃത്വം അംഗീകരിക്കാനാ അംബിക വർമ്മ ആവശ്യപ്പെട്ടിട്ട് വീടും സ്വത്തും ഋതിക എന്റെ പേരിൽ എഴുതി വെച്ചത്. എനിക്ക് ഏറ്റവും വലിയ സ്വത്ത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അതെന്തെങ്കിലും ആവട്ടെ, സ്വന്തം അച്ഛനോട് സ്നേഹവും ആരാധനയും പെൺമക്കൾക്കുണ്ടാവുന്നത് സ്വാഭാവികം. എന്റെ വിഷയം അതൊന്നും അല്ല. ഇപ്പൊ ഈ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലായതുകൊണ്ട് ഈ വീട്ടിലെ ഗൃഹനായിക, അയ്യേ അത് വേണ്ട, മേം സാബ് ഞാനാണ്. എല്ലാവരും എന്നെ മേം സാബ് എന്ന് വിളിച്ചാ മതി. ഇതെന്താ മിലിറ്ററി ക്യാമ്പോ? നീ ആരാടി, പട്ടാളക്കാരിയോ? ഇവിടെ താമസിക്കണമെങ്കിലേ എന്നെ മേം സാബ് എന്ന് വിളിച്ചിരിക്കണം. എന്റെ സ്വഭാവം വെറുതെ വഷളാക്കല്ലേ. ഞാൻ ചീത്തയായ അനന്തപിള്ളയേക്കാൾ വലിയ ഫ്രോഡാണ്. നീ കൂടുതൽ കളിച്ചാലേ ദേ ഇവളെ എഴുതി തന്ന തീറാധാരം എന്റെ കയ്യിലാ. അത് ഞാൻ എടുത്തങ്ങ് കീറിക്കളയും, അല്ലെങ്കിൽ കത്തിച്ചു കളയും. അതോടെ തീരും നിന്റെ ഇതിനകത്തുള്ള ആട്ടം. ആ ലോക്കറി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലേ? ആ ലോക്കൊക്കെ ഞാൻ എപ്പോഴേ തകർത്തു. തീരാധാരമൊക്കെ ഇപ്പൊ എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അകലെ മറയുന്നോരെന്റെ ജീവനെ, അറിയാതെ നാം പിരിയുന്നുവോ, നെഞ്ചിലെരിയുന്ന കനലുമായി വിധിയുടെ മുന്നിൽ വിതുമ്പുന്നുവോ. സാറിന് എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 12:30. 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ടൈമുണ്ട് സാർ. എടുക്കണോ? വേണ്ട. ഈ കോളെടുത്ത ഋതുവിനോട് സംസാരിച്ച് ഈ യാത്ര വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇല്ല, പതറരുത്. ഇനി എന്റെ ലക്ഷ്യമാ പ്രധാനം. ഇന്നൊരു നോവായി മാറുന്നുവോ, ഇരുളിൽ കോൾ കിട്ടിയാണല്ലോ. തനിച്ചാകുന്നു. മെസ്സേജ് അയച്ചു നോക്കാം. വേണ്ട, വിളിക്കാം.
രാജു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ. അകലെ മറയുന്ന